ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് മാവൊന്ന് കുഴച്ചെടുക്കുക. വേറൊന്നും വേണ്ട, ചപ്പാത്തിക്കൊക്കെ സാധാരണ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് എത്ര മാവാണോ വേണ്ട അതനുസരിച്ച് എടുക്കുക. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഞാനിതിലേക്ക് അല്പം ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ തക്കാളി, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഒരല്പം നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾ സവാള ആദ്യം ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി കൂടി ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയൊക്കെ അളവൊന്ന് കുറച്ച് ചേർക്കുക. ഞാനും ഇവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പം മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ 2-3 മുട്ട നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക കേട്ടോ. മുട്ട കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചിക്കി എടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് എടുക്കാം. ചപ്പാത്തി മാവ് ബാക്കി വന്നതോ അല്ലെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക ചെയ്യാം. ഇനി അതിൽ നിന്ന് ബോൾസ് ആയിട്ട് എടുക്കാം, ഓരോ ഉരുളകളായിട്ട് എടുക്കാം. ഗോതമ്പ് പൊടിയിലൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പ്രസ്സിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി വലകയിൽ വെച്ചോ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. തീരെ നൈസായി പോകരുത്. അപ്പോൾ ഞാനിവിടെ ഇത് ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമ്മളിത് തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് പരത്തിയെടുക്കുക. ഒരെണ്ണം തയ്യാറാക്കാനായിട്ട് 2 ചപ്പാത്തിയുടെ ആവശ്യം വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ചപ്പാത്തി ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര റൗണ്ടിലാണോ വേണ്ട അതനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വലിപ്പത്തിലാണ് വേണ്ടതെങ്കിൽ അല്പം കൂടി വലുതായിട്ട് തന്നെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഫില്ലിങ് വെക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് അത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാത്രം വെച്ച് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിലുള്ള ഒരു സ്നാക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. പാത്രം തന്നെ വേണമെന്നില്ല, ചില പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്നാക്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. ഇതിലേക്ക് നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിനിലോ ലഞ്ചിനോ ഒക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. രാത്രിയിലൊക്കെ ചപ്പാത്തി മാവ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. 2 മുട്ടയും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി എണ്ണ ഇല്ലാതെ നിങ്ങൾക്ക് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താലും മതിയാകും മുതിർന്നവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതധികം എണ്ണ പിടിക്കുന്ന ഒരു പലഹാരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണിത്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.